സങ്കീർത്തനം 83. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ. ദൈവമേ, മൗനമായിരിക്കരുതേ. ദൈവമേ, നിശ്ചലനും നിശബ്ദനുമായിരിക്കരുതേ. ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകിമറിയുന്നു, അങ്ങയുടെ വൈരികൾ തലപൊക്കിയിരിക്കുന്നു. അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു, അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. വരുവിൻ, ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം. ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു. അതെ, അവർ ഏകമനസ്സോടെ ദുരാലോചന നടത്തുന്നു. അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു. ഏദോം, ഇസ്മായേലിയർ, മൊവാബ്, ഹഗ്രിയർ, ഹേബൽ, ആമോൻ, അമലേക്ക്, ടയർ നിവാസികളടക്കം ഫിലിസ്തീയർ എന്നിവർ ഒന്നുചേർന്നു. ലോത്തിന്റെ മക്കളുടെ സുശക്തമായ അസീറിയായും അവരോട് ചേർന്നു. കിഷോൺ നദിയിൽ വെച്ച് സിസേറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ എൽദോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ. അവർ മണ്ണിന് വളമായി തീർന്നു. അവരുടെ കുലീനരെ ഓറേബ്, സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ, സുൽമുന്ന എന്നിവരെ പോലെയും ആക്കണമേ. ദൈവത്തിന്റെ മേച്ചിൽപ്പുറങ്ങൾ ഞങ്ങൾക്ക് കൈയടക്കാം എന്ന് അവർ പറഞ്ഞു. എന്റെ ദൈവമേ, അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്ത് പാറുന്ന പതിരുപോലെയും ആക്കണമേ. അഗ്നി വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീജ്വാലകൾ മലകളെ ദഹിപ്പിക്കുന്നത് പോലെയും അങ്ങയുടെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ. അങ്ങയുടെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ. അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിനു വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ. അവർ എന്നേക്കും ലജ്ജിച്ച് പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതനെന്ന് അവർ അറിയട്ടെ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം നൽകുന്ന അങ്ങയുടെ സാന്നിധ്യം ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ലോക സാഹചര്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഞങ്ങളുടെ ശത്രുക്കളാകുന്ന, ഞങ്ങളെ കാർന്നു തിന്നുന്ന ഞങ്ങളുടെ അഹങ്കാരം, കോപം, ക്രോധം, മാത്സര്യം, സ്നേഹമില്ലായ്മ എന്നിങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുദിനം കടന്നു വരുന്ന എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പരിപൂർണമായിട്ടുള്ള വിടുതൽ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ട് അങ്ങ് കടന്നു വരണേ. അങ്ങാണ് അത്യുന്നതനെന്ന് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അറിയുവാനുള്ള അനുഭവം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ശംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.